സ്ത്രീ പുല്ലരിയാൻ പോയി, അരിവാൾ മൂർച്ചയാക്കാൻ ഒരു കല്ലിൽ ഒരച്ചു. അപ്പൊ ചോര വന്നു, കണ്ടു, ബോധം കെട്ടു വീണു. അടുത്തുള്ള സ്ഥലത്ത് ഇല്ലത്ത് ആളെ വിളിച്ചുകൊണ്ട് വന്നു. അവര് ദേവിയെ പ്രതിഷ്ഠിച്ചു പറഞ്ഞിട്ടൊരു കഥ ഈ കേരള മണ്ണിലെ സകല സ്ഥലത്തും ഉണ്ട്. ഈ ഇല്ലത്തുനിന്ന് വിളിച്ചോണ്ട് വരണമെങ്കിൽ ഇത് 6-ാം നൂറ്റാണ്ടിനോ 11-ാം നൂറ്റാണ്ടിന്റെ ഇടയിലുള്ള അല്ലെങ്കിൽ അതിന് ശേഷമുള്ള കാലത്തായിരിക്കും. അതിനു മുമ്പ് കേരളത്തിൽ ബ്രാഹ്മണരില്ല. 6-ാം നൂറ്റാണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നേക്ക് 1400 കൊല്ലേ ആയിട്ടുള്ളൂ കേരളത്തിൽ ബ്രാഹ്മണർ വന്നിട്ട്. കാളി എന്താ അതിനു മുമ്പ് വിടില്ലേ? കാവ് വിടില്ലേ? അവളപ്പോ എന്താ ഭക്ഷണം കഴിച്ചിരുന്നത്? നമ്മൾ എന്താ കൊടുത്തിരുന്നത്? അതിനു മുമ്പും ലക്ഷക്കണക്കിന് വർഷം ഇവിടെ മനുഷ്യൻ ജീവിച്ചിട്ടില്ലേ? ആരും എന്താ അത് ചിന്തിക്കാത്തത്? എന്ന് തൊട്ടാണ് ഈ ഒറ്റ പുസ്തകം മാത്രം മതി സകല ക്ഷേത്രത്തിന് ആരാക്കിയത്? ദൈവപ്രശ്നം വെച്ചിട്ടാ. സാമൂരിപ്പാട് പറഞ്ഞു നാളെ തൊട്ടിട്ട് കേരളത്തിൽ 28 തന്ത്രഗ്രന്ഥങ്ങളും വേണ്ട, എന്റെ സുഹൃത്ത് എഴുതിയ പുസ്തകം എന്റെ നാട്ടിൽ, സോ ദാറ്റ് ഐ ക്യാൻ കൺട്രോൾ യു. എനിക്ക് നിങ്ങളെ കൺട്രോൾ ചെയ്യണം, എനിക്ക് ക്ഷേത്രങ്ങൾ കൺട്രോൾ ചെയ്യണം. അതുകൊണ്ട് ഞാൻ പറയണ ബുക്ക് മതി. തന്ത്രസമുച്ചയം എന്ന് പറയുന്ന പുസ്തകത്തിന്റെ ആവിർഭാവം അതാണ്.